ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് ഈ ഒരു ക്യാരക്ടറിന് ഞാൻ അറിഞ്ഞാലും ഡെപ്ത് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഞാനോട് പറഞ്ഞത് ഇമോഷണൽ ക്യാരക്ടറാണ്, ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, ആ ഒരു ഇതിലാണ് സിനിമ തീരുന്നത് വരെ ചിരിക്കാൻ എങ്ങനെ പിടിച്ചെന്ന് കാരണം രാധ ചിരിക്കില്ല, രാധയ്ക്ക് ചിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ആരുമില്ല. അതിനെ സഹായിക്കാൻ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണ് ശരിക്കും ക്രഷ് മാത്രമായിരുന്നില്ല, എനിക്ക് ഇവരോട് സ്നേഹം കൂടി ഉണ്ടായിരുന്നു എന്ന് ഇവർ തിരിച്ചറിയുന്നു. ശരിക്കും സ്വന്തം ഭാര്യ എതിർത്തിട്ട് പോലും അത് വേണ്ടെന്ന് വെച്ചിട്ട് ഇവരെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ കുറച്ച് ഇമോഷൻ സീനൊക്കെ ഉണ്ട്. അവന്റെ ഇമോഷൻ ഉണ്ട് തീർച്ചയായിട്ടും. നല്ല ഡയലോഗ് നന്ദി പറയണം സഹായിക്കാൻ ഉണ്ടായത്. ഏറ്റവും നന്നായിട്ട് സീരിയസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഏറ്റവും നല്ല കൊമേഡിയന്മാർ. അവർക്കാണ് ജനത്തിനെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കാൻ പറയുന്ന മാതിരി തന്നെ കരയിപ്പിക്കാനും ഏറ്റവും നന്നായിട്ട് പറ്റുന്നത് കൊമേഡിയന്മാർക്കാണ്. ഇപ്പൊ അടൂർവാസിക്ക് എത്ര തമാശ കാണിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്രൂരമായിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒടുവിലാൻ, അങ്ങനെ ഒരുപാട് പേര്, ഈവൻ അരവിന്ദന്റെ കോമഡി എങ്കിലും സീരിയസ് ആയിട്ട് അഭിനയിച്ചപ്പോ അത് നമുക്ക് നമ്മളെ പരീക്ഷിക്കാൻ ആളുകൾ വരുന്നില്ല, അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കാലവർഷക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമയത്തെ കാസ്റ്റാണ്. വെൽക്കം ടു മാപ്പ് സ്റ്റേക്ക് മീഡിയ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സിനിമ ഇറങ്ങുന്നത് വലിയ വിശേഷമാണ്. വർഷക്കാറ്റിനോടൊപ്പം ഞങ്ങൾക്കൊന്നും വലിയ ആർട്ടിസ്റ്റ് അല്ല. ഞാനായാലും ലതാദാസ് ആയാലും വളർന്നു വരുന്ന പറയാം, പ്രായമൊക്കെ ഉണ്ടെങ്കിലും വളർന്നു വരുന്ന ആർട്ടിസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയിൽ കാണുന്ന കാരണം വേറെ അഭിനയിച്ചില്ലെങ്കിലും ഒരു ബിജു സി കണ്ണനെ പോലത്തെ ഒരു ഡയറക്ടറെ കീഴിൽ അഭിനയിക്കുക എന്നുള്ളത് മനോഹരമായ എൻട്രി കിട്ടിയ 2 സിനിമ അവർ ചെയ്തത്. അപ്പൊ ആ ഒരു ഡയറക്ടറെ കീഴിൽ അഭിനയിക്കുമ്പോൾ ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. ഇനിയിപ്പോ പ്രതീക്ഷയിൽ ജനങ്ങളെ തന്നെ ഏറ്റെടുക്കുന്നുള്ളതാണ് നമ്മളെ ഇപ്പൊ ടെൻഷൻ. സന്തോഷമാണ്, ടെൻഷനും ഉണ്ട്. കാരണം ഈ സിനിമ ഇറങ്ങിയിട്ട് വേണം എന്റെ ലതാദാസിന്റെ ഭാവി തീരുമാനിക്കാൻ. സിനിമയിൽ ഇവിടെ ഒരാളും കൂടി ചെറുതായി കൺസിഡർ ചെയ്യുന്നില്ലേ. ഞാനേ നമ്മുടെ സിനിമാ മോഹങ്ങളെ കൂടുമ്പോ ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരാണല്ലോ ഭാരതനും പത്മരാജനൊക്കെ. അപ്പൊ അവരുടെ ഒരു പടം എന്തെങ്കിലും കിട്ടുമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇത് പോയി, അവരും പോയി. അപ്പോ ഇപ്പൊ ഒരു അവാർഡിന് തുല്യനായ ഒരു അവാർഡ് സിനിമകളുടെ ഒരു ആൾക്ക് പടത്തിൽ അഭിനയിക്കാൻ ഒരു വേഷം ചെയ്യാൻ കിട്ടിയത് വിജയ് സി കണ്ണൻ. ഇപ്പൊ നിങ്ങളുടെ മൂന്നുപേരുടെ ക്യാരക്ടറിനെ പറ്റിട്ടൊന്നും പറയാമോ? ഈ സിനിമയിൽ എങ്ങനെയാണ് നിങ്ങൾ വരുന്നത് എന്നുള്ളത്, അതാണ് മെയിൻ കാര്യം. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരായി വരുന്നത് ഈ സിനിമയില്. ലേഡി ഓഡിയൻസാണ് കഥ. ശരിക്കും ലതാദാസിന്റെ കഥാപാത്രത്തിന്റെ കഥയാണ് കൂടെ നമ്മൾ സഞ്ചരിക്കും. അവരിൽ നിന്ന് തുടങ്ങാദ്യം ആ കഥാപാത്രം. കഥയിലെ രാധ. അപ്പൊ ശരി, കഥയിലെ രാധനെ പറ്റിയിട്ട് ഞങ്ങളോട് കുറച്ച് എന്തെങ്കിലും പറയാമോ? തീർച്ചയായിട്ടും. ഈ ഇവർ പറഞ്ഞ പോലെ തന്നെ രാധ എന്നാണ് ഈ ക്യാരക്ടറിൻ്റെ പേര്. ബിജു സാർ എന്നെ വിളിച്ച് ഈ കഥയെപ്പറ്റി പറയുമ്പോൾ ആൾക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത്, ഞാനെങ്ങനെ എടുക്കും, എനിക്ക് അത് ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ സിനിമ ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് ഈ ഒരു ക്യാരക്ടറിന് ഞാൻ അറിഞ്ഞാലും ഡെപ്ത് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഞാനോട് പറഞ്ഞത് ഇമോഷണൽ ക്യാരക്ടറാണ്, ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, ആ ഒരു ഇതിലാണ്. സിനിമ തീരുന്നത് വരെ ചിരിക്കാൻ എങ്ങനെ പിടിച്ചെന്ന് കാരണം രാധ ചിരിക്കില്ല, രാധയ്ക്ക് ചിരിക്കാൻ പറ്റില്ല. നമ്മൾ ആ കഥാപാത്രമായി മാറുമ്പോൾ ശരിക്കും നമ്മൾ ഓരോ കഥകൾ കേൾക്കുമ്പോഴും ഇപ്പോൾ പേരറിവാളിൻ്റെയൊക്കെ കഥനെ ബേസ് ചെയ്തിട്ടാണ് സത്യത്തിൽ ഈ ഒരു കഥ ഉള്ളത്. അപ്പോൾ ശരിക്കും നമ്മളതൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് വെറും ഒരു കഥ മാത്രമാണ്. നമ്മൾ ആ കഥയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ ആ കഥാപാത്രമാകുമ്പോൾ അത് നമ്മുടെ ജീവിതമായി മാറുകയാണ്. മീൻസ് നമ്മൾ അതിപ്പോൾ ഞാനല്ല, ഏതൊരു ആർട്ടിസ്റ്റ് ആയാലും 1-2 ദിവസം കഴിയുമ്പോൾ പിന്നെ അവർ ആ ക്യാരക്ടർ തന്നെയായിട്ട് മാറും. അപ്പോൾ അതിൽ ശരിക്കും ത്രൂ ഔട്ട് ഒരു ഇമോഷണൽ ക്യാരക്ടർ തന്നെയാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ വന്നൊരു പാളിച്ചുണ്ട്, അത് ആ ഒരു കുടുംബത്തിനെ ബാധിക്കുന്നതും
ബാധിക്കാന്ന് പറഞ്ഞു വെച്ചാൽ ഒരു അത് അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ച് ഒരു എന്ന് പറഞ്ഞു ഞാൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഭർത്താവ്. വഴിയിലിട്ടിട്ട് പോയി. ഓ, ദുഷ്ടന്റെ character. ഇട്ടിട്ട് പോയതല്ല, മരിച്ചു പോയതാ. പക്ഷെ ഒറ്റപ്പെട്ടു പോയിട്ട് മോനെ വളർത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ വന്ന ഒരു ദുരന്തമാണ് അവരുടെ ലൈഫിൽ. അപ്പൊ അതില് ഈ സ്ത്രീ ഒരു ആരും തുണയില്ലാത്തൊരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ ഇപ്പൊ സമൂഹത്തിലായാലും അനുഭവിക്കേണ്ടി വരുന്ന കുറേ ബുദ്ധിമുട്ടുകൾ. അതായത് ഒരു കല്യാണം കഴിഞ്ഞ ഒരു കുട്ടി മാത്രമായിട്ട് 10-22 വയസ്സിൽ ഒറ്റപ്പെടുമ്പോഴത്തെ ഒരു ഇത് ഇന്നും അന്നും സമൂഹത്തിൽ നിന്ന് ഉണ്ടാവുന്ന ചൂഷണങ്ങളും കാര്യങ്ങളും അതിനൊക്കെ മറികടന്ന് ഒരു ലൈഫ് സെറ്റാക്കി വരുമ്പോൾ കുറേ പ്രതീക്ഷയിൽ വരുമ്പോൾ വീണ്ടും അതിനേലും വലിയൊരു ദുരന്തമാണ് അവരുടെ ഇതില്. അപ്പൊ ആ അമ്മ നേരിടേണ്ടി വരുന്ന കുറേ ദുരന്തം ഇങ്ങനെ കാറ്റുപോലെ വീശാണ്. അതാണ് കാലവർഷക്കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അമ്മയും മോനും തമ്മിലുള്ള ഭയങ്കര ഒരു ആത്മബന്ധത്തിൻ്റെ കഥയുണ്ട് ഈ സിനിമയിൽ. പിന്നെ നല്ലൊരു പ്രണയമുണ്ട്, നല്ലൊരു സോങ് ഉണ്ട്. ഇതൊക്കെ കൂടിയൊരു സിനിമയാണ് കാലവർഷക്കാറ്റ്. ഇതിൽ എൻ്റെ ഒരു 22 വയസ്സ്, 44 വയസ്സ്, 55 വയസ്സ്, ഈ 3 കാലഘട്ടത്തിലൂടെയാണ് ഈ രാധ കടന്നു പോണത്. അപ്പൊ 3 ഗെറ്റപ്പിലാണ്. 3 ഗെറ്റപ്പിൽ ചേഞ്ചിങ് നന്നായിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് എല്ലാവരും ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിന്റെ ഒരു സന്തോഷം. അടുത്തൊരു മഞ്ജു വാര്യര് ഒക്കെ ആ റേഞ്ചിൽ പോകാവുന്ന കഥാപാത്രങ്ങൾ ചെയ്യാവുന്ന ഒരു ആർട്ടിസ്റ്റിനെ മലയാള മഞ്ജു വാര്യർ കേൾക്കണ്ട. അതന്നെ, ഇത് മഞ്ജു വാര്യർ അല്ലല്ല, ഞാൻ പറഞ്ഞ ആ ഡെപ്തിലുള്ള കഥാപാത്രങ്ങൾ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റും. പറഞ്ഞപ്പോ എനിക്ക് തോന്നി, ഓ ഈ മെയിൽ മറ്റേ ഫീമെയിൽ ഓഡിയൻസ് ആണ്, ഇതൊരു മെയിൽ ഓഡിയൻസ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും, നമുക്കൊക്കെ അഭിനയിക്കാൻ പറ്റും. അത്രയും നല്ലൊരു എല്ലാവർക്കും കൊതി തോന്നുന്ന ഒരു അതായത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അത്രയും നമ്മളിപ്പോൾ വെറുതെ ഒരു ഭാര്യയായിട്ട് അല്ലെങ്കിൽ ഒരു പെങ്ങളായിട്ട് ചെയ്യണേലും നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട് ഈ കഥാപാത്രം. അത് ചെയ്യാനായിട്ട് നല്ല ഡയറക്ടറുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആൾ ഭയങ്കര കൂളായിട്ട് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. ആൾക്കത് ആ വേണ്ട ഇതിലേക്ക് എത്തിയില്ല എന്ന് വെച്ചാൽ അത് എത്തുന്ന വരെ ക്ഷമയോടെ നിന്ന് നമ്മളെ കൊണ്ട് ചെയ്യിച്ചെടുക്കും. അപ്പം കണ്ടുപിടിച്ചാളോ ഷോട്ട് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളവിടെ ആ ഹോട്ടലിൽ വെച്ച് എടുത്ത ഷോട്ട് 12 മണിക്കേക്ക് പാക്കപ്പ് പറയാന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. ഒറ്റ ഇവര് ഇമോഷണൽ മറ്റേ കണ്ണീര് പറ്റിയ ഒരു സ്ത്രീയായിരിക്കുന്ന സീനാണ്. അത് രാവിലെ 6 മണിക്കാണ് തീർന്നത്. എന്നാലും വലിയ സീനൊന്നുമില്ല, പക്ഷെ പുള്ളിക്ക് എത്ര എടുത്തിട്ടോ തൃപ്തിയാണ്. അത് കരയുന്ന സീനൊന്നും വേണ്ട, കരഞ്ഞ് കണ്ണീര് പറ്റി കരയാൻ ഇല്ലാത്ത ഒരു സ്ത്രീ. അതുപോലെ തന്നെ എൻ്റെ ക്യാമറ ടീമും അതേപോലെ സഹകരിച്ചിരുന്നു കേട്ടോ. ഡയറക്ഷനും ക്യാമറ ടീമും നല്ല ഇതിൽ സപ്പോർട്ട് ചെയ്തു. അവർക്കൊന്നും ദേഷ്യം വരില്ല നമ്മളിപ്പോൾ ചെയ്തത് ശരിയായില്ല അങ്ങനെയൊന്നും അവർക്കൊരു ഇതില്ല. എല്ലാവരും അതിൻ്റെ മാക്സിമം നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട്. ഒരാളുടെ ഇമോഷണൽ കിട്ടാൻ വേണ്ടി 6-7 മണിക്കൂർ ക്രൂ കംപ്ലീറ്റ് നിൽക്കുകയാണ്. ഞങ്ങൾക്കൊന്നും സീൻ എടുക്കാനില്ല, പിന്നെ അത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റൂ. കഴിയുമ്പോഴത്തെ അത് ഒരു ഇതിൽ മാത്രമല്ല എടുക്കണത്. അതായത് പല വിധത്തിൽ എടുത്തിട്ട് അതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് അവർക്ക് ഫൈനലി തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര സമയം എടുത്തത്. അതെന്ന് വെച്ചാൽ അത് അതിലത്തെ വലിയൊരു ഇമ്പോർട്ടൻസ് സീനാണ്. കണ്ണന്റെ മനസ്സിലൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തെ പുള്ളിക്ക് ആഗ്രഹിക്കുന്നത് കിട്ടിയാലേ പുള്ളി കട്ടുപോയി, അതുവരെ പുള്ളി പോകും. അത് പല വിധത്തിൽ എടുത്തു വെക്കും. അതായത് ഇപ്പോൾ ഒരു 6 ആക്ട് ഷോട്ട് എന്നൊക്കെ അപ്പോഴേക്കും ഞാൻ കേൾക്കണത്, അങ്ങനത്തെ ഷോട്ട് അങ്ങനെ പലതരത്തിൽ എടുത്തിട്ട് അപ്പം അതിൽ പലതും എടുത്തു വെച്ചിട്ട് അത്രയും ടൈം അവർ സ്പെൻഡ് ചെയ്താലും വേണ്ടില്ല, അതിലേറ്റവും മനോഹരമായിട്ട് ഏതാ പറയുന്നത് വെച്ചാൽ അതെടുക്കാം. ആ ഒരു ഇതിൽ അത്രയും ക്ഷമയോടെ അവർ കാത്തിരുന്നു. ഞാനും അപ്പം അതനുസരിച്ചിട്ട് പറയാനുള്ളത് ഓഡിയൻസും ക്ഷമയോട് കൂടി പടം മൊത്തം ഓഡിയൻസിന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാലും അവരെ മനസ്സിൽ നിൽക്കുന്ന ഒരു കഥയും കഥാപാത്രവും. രണ്ട് മണിക്കൂർ എൻജോയ് ചെയ്ത് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല. എൻജോയ് ചെയ്യുന്നതോടൊപ്പം തന്നെ അത് ഇറങ്ങിപ്പോയാലും കുറച്ച് ദിവസം ഈ കഥാപാത്രം മനസ്സിലുണ്ടാവും. രാധയുടെ കഥാപാത്രം അവിടെ മനസ്സിൽ ഒരു നീറ്റലായിട്ടുണ്ടാവും. രാധ ആരാന്ന് പറഞ്ഞു രമേശേട്ടന്റെ ക്യാരക്ടർ ചെറിയൊരു ക്യാരക്ടർ അല്ല, എന്നാലും അത് ശ്രദ്ധിക്കണ ക്യാരക്ടറാണ്. മരിച്ചു കഴിഞ്ഞിട്ട് ചെതയുണ്ട്, ചെത കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ ചരമ ഫോട്ടോ ഉണ്ട്. അതായത് എപ്പോഴും ഒരു പരാമർശിക്കുന്ന ഒരു കഥാപാത്രമാണ്. എന്താ വെച്ചാൽ ഗോപാലനാചാരി ഇട്ട് പോയതുകൊണ്ടാണല്ലോ ഞാനിത് മുഴുവൻ സഹിക്കുന്നത്. ഈ മകനും ഈ അമ്മയ്ക്കും പിന്നീട് സഹിക്കേണ്ടത് ഇങ്ങനത്തെ ചരമം കൊണ്ടാണ്.
അപ്പൊ അതുകൊണ്ട് ത്രൂ ഔട്ട് ഉണ്ട് ഉണ്ട് അല്ലേ? ഉണ്ട്, ഉണ്ട് തീർച്ചയായിട്ടും. ഇനിയിപ്പോ റഫീഖിന്റെ ക്യാരക്ടർ ഞാനെന്നാൽ അവിടെ സമൂഹത്തിലെ ഒരു ആദ്യത്തുള്ള ഒരു ഫാമിലിയിൽപ്പെട്ട ആളാണ്. ഒരു ജഡ്ജിയുടെ മകനാണ്. ജഡ്ജിയുടെ മകനാണെങ്കിലും ആ പേരും പറഞ്ഞ് നടക്കില്ലാതെ ഞാൻ ജോലിയും ചെയ്യാറില്ല. വലിയ തറവാട്ടിലാണ്. അപ്പൊ എൻ്റെ അമ്മയാണ് ഈ സ്ത്രീക്ക് അഭയം കൊടുക്കുന്നത്. അപ്പൊ ഈ ഹസ്ബൻഡ് മരിച്ചു, ചെറിയൊരു കൊച്ചാണുള്ളത്. പിന്നെ അറിയാലോ, ഒരു 10-22 വയസ്സായ സ്ത്രീയുടെ വാടക വീട്ടിൽ താമസിക്കുന്ന സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു, ഒരു കൊച്ചും സ്ത്രീയും മാത്രം ഉള്ളയാള് രാധ അതില് സുന്ദരിയാണ്. ഇപ്പോഴും കാണാൻ സുന്ദരിയല്ലേ, കുഴപ്പമൊന്നുമില്ല. അതൊന്ന് പറയിപ്പിക്കണം എനിക്കുണ്ടായിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ അഭയം കൊടുക്കുക. അപ്പൊ ഞാൻ കല്യാണം കഴിക്കാത്ത ഒരു മകനാണ്. അപ്പൊ എനിക്കൊരു ക്രഷ് ഇവരോട് തോന്നുന്നു. അത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്പോഴൊക്കെ അമ്മയോട് പറയുമെന്നുള്ളൊരു പേടിയില്ല, പേടിപ്പിക്കലാണ് നിർത്തിയിരുന്നത്. അപ്പൊ പിന്നെ ഒരു ട്രാപ്പ്, പിന്നെ അത് കഴിഞ്ഞു, അത് കൊച്ചായിരുന്നപ്പോ അത് കഴിഞ്ഞ് ഇതൊക്കെ എന്നെ കെട്ടിയാൻ അറിയണല്ലോ. ആ ക്രഷ് അവിടെ നിന്നു. പിന്നെ അത് അമ്മയോട് പറയുമെന്നുള്ള പേടി കൊണ്ട് ഞാനതിന് പിന്മാറി. ഞാനൊരു കല്യാണവും കഴിച്ചു. അപ്പോഴും ഇവരാ വീട്ടിൽ തന്നെ ഉണ്ട്. അവരുടെ മകൻ വലുതായിക്കൊണ്ടിരിക്കുന്ന മകൻ എൻ്റെ അനിയനെ പോലെ വളർന്നു വന്നു. അവനിങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് അപകടത്തിൽപ്പെടുന്നതും പിന്നെ അവനെ രക്ഷപ്പെടുത്താനുള്ള നെട്ടോട്ടം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ആരുമില്ല. അതിനെ സഹായിക്കാൻ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണ് ശരിക്കും ക്രഷ് മാത്രമായിരുന്നില്ല, എനിക്ക് ഇവരോട് സ്നേഹം കൂടി ഉണ്ടായിരുന്നു എന്ന് ഇവർ തിരിച്ചറിയുന്നു. ശരിക്കും സ്വന്തം ഭാര്യ എതിർത്തിട്ട് പോലും അത് വേണ്ടെന്ന് വെച്ചിട്ട് ഇവരെ കൂടെ ഇറങ്ങിത്തിരിക്കുക, അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ആ കുറച്ച് ഇമോഷൻ സീനൊക്കെ ഉണ്ട്. അവൻ്റെ ഇമോഷൻ സീൻ ഉണ്ട് തീർച്ചയായിട്ടും. നല്ല ഡയലോഗ്, നന്ദി പറയണം. നല്ല ഡയലോഗ് നന്ദി പറയണമെന്ന് പറയാൻ സഹായിക്കണ്ടായത്. ഞാൻ പലപ്പോഴും അപ്രോച്ച് ചെയ്തപ്പോൾ അമ്മയോട് പറയുന്ന ഒരു ഇതിലാണ് എന്നെ പേടിപ്പിച്ചെടുത്ത്. ഒരിക്കലും എന്നോട് തിരിച്ചു പറയുന്നുണ്ട്, ഞാനിനി അമ്മയോട് പറയില്ല. അതിലെല്ലാം ഉണ്ട്. ഞാനിനി അമ്മയോട് പറയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ എനിക്കും ഇഷ്ടമാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ തയ്യാറാണ് എന്ന് എല്ലാം പറയുന്നതിന് തുല്യമാണ് അമ്മയോട്. ആ ഒരു ഇമോഷൻ സീനൊക്കെ നല്ല സീനാണ്. ഓക്കെ, ശരിക്കും ഇതൊന്നും ഞാൻ ശരിക്കും ഈ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്ന കഥയാണ്. ഒരുപാട് നമ്മളിപ്പോൾ പലപ്പോഴും പേരറിവാളുടെ കാര്യം 30 വർഷം ജയിലിൽ കിടന്നപ്പോൾ നിരപരാധി. അതിനു മുമ്പ് ഞാനൊരു പേപ്പറിൽ വായിച്ചു, 14 പേര് മറ്റേ ശിക്ഷ വിധിച്ചു. അതിൽ 8 പേര് കുറ്റക്കാരനാണെന്ന് കണ്ട് ജീവപര്യന്തം ശിക്ഷിച്ചു, 6 പേര് വെറുതെ വിട്ടു. പക്ഷെ 14 പേര് ഒരുമിച്ച് ഇറങ്ങുകയാണ്. കാരണം വിധി വന്നത് 12 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ജീവപര്യത്തിന്റെ കാലാവധി കഴിഞ്ഞു, ശിക്ഷിച്ചവനും ഇറങ്ങേണ്ട സമയമായി. അപ്പോൾ നിരപരാധിയും 12 കൊല്ലം കിടന്നോളാം. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ ഇവിടെ ഉണ്ട്. ആ കഥാപാത്രത്തിനപ്പുറം ഇപ്പോൾ 6 പേര് ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ 6 പേരുടെ ചെറുപ്രായമായിരിക്കും. അപ്പോൾ അവർ വീട്ടുകാർ, ചിലപ്പോൾ ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും, അവരനുഭവിക്കുന്ന വേദന. ഇപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ഇത്രയും അച്ഛനില്ലാതെ വളർത്തിയ ഒരു മകൻ മറ്റൊരാളുടെ വീട്ടിൽ നിന്ന് അവരുടെ സഹായം കൊണ്ട് വളർത്തി ഒരു ഡിഗ്രി എടുത്തു, ഒരു ജോലിക്ക് പറഞ്ഞേക്കുമ്പോൾ അവിടെ വെച്ച് ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു പോവുക എന്ന് പറയുമ്പോണ്ടാകുന്ന ആ ബുദ്ധിമുട്ടില്ല. പിന്നെ അവൻ തിരിച്ചു വരുന്നില്ല. വിചാരണ തടവ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിടക്കും. അതൊക്കെ ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. ഒരു വിചാരണ തടവും അതുമൂലം ആ കുടുംബം അനുഭവിക്കുന്ന വിഷമങ്ങളും ഏതറ്റം വരെ. ഒരു മകനെ രക്ഷിക്കാൻ ഒരു അമ്മ ഇറങ്ങി തിരിച്ചാൽ ഏതറ്റം വരെ ആ അറ്റം വരെയൊക്കെ പോവാം. ഇപ്പൊ പറഞ്ഞ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ ശരിക്കും നന്നായിട്ട് നിലനിർത്തുന്ന ഒരു കാര്യമാണ് ഈ ഇന്നസെന്റ് ആയിട്ടും നമ്മളെ നിയമവ്യവസ്ഥയിൽ വരുന്ന ചില പാളിച്ചകളാണ്. അതുകൊണ്ട് ഒരു കുടുംബം തകർന്നത് അത് നമ്മുടെ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മള് അത്ര നാളും നമുക്കതൊരു ന്യൂസ് മാത്രം. നമ്മളുടെ കുടുംബത്തിൽ വന്നാലും ആകാശദൂത് സിനിമ കണ്ടത് ടൗല് ശരിക്കും വായിലിങ്ങനെ പിടിച്ചു വെച്ചാണ് കരച്ചിൽ വന്നിട്ട്. അതുപോലെ ഒരു കരച്ചിലിന്റെ പട്ടത്തിലേക്ക് പലപ്പോഴും ഓഡിയൻസിനെ അതിനൊപ്പം ഇമോഷന്റെ അപ്പുറം ഒരു സോഷ്യൽ മെസ്സേജും കൂടിയാണ് തരുന്നത്. കാരണം ഇങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന ന്യൂസ് ബേസ് ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. നമ്മുടെ തത്വം തന്നെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. പക്ഷെ ഒരുപാട് നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ആ ജയിലിൽ കിടന്ന നിരപരാധി മാത്രമല്ല, ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ അവന്റെ കുടുംബവും ശിക്ഷ അനുഭവിക്കുന്നു. ആ ശിക്ഷ അനുഭവിക്കുന്നത് ആ കഥാപാത്രമാണ് ഇവിടെ രാധ എന്ന കഥാപാത്രം. ആ ശിക്ഷ അനുഭവിക്കുന്നു. അത് ഒരുപാട് പേര് ആൾക്കാരെ മുൻനിർത്തി ഒരു സിമ്പിൾ പോലെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത്രയൊരു ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും 3 പേർക്കാണെങ്കിലും മുന്നേ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് വേറെ സിനിമയിലാണെങ്കിലും. അതിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായി തോന്നിയോ ഈ ഒരു
കാലവർഷക്കാറ്റ് എന്ന സിനിമയുടെ ഡയറക്ടർ. തീർച്ചയായിട്ടും ലതാദാസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നി, ഇപ്പോഴും പറയും എൻ്റെ ഏറ്റവും നല്ല കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ലെങ്കിലും മനസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രാധ എന്ന കഥാപാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അഭിനയിച്ച ഏറ്റവും നല്ല കഥാപാത്രം ആണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഡെപ്തുള്ള ഒരു ക്യാരക്ടറാണ് അത്. എന്നെ വിശ്വസിച്ചേൽപ്പിച്ച ബിജു സാറിനോട് ഒരുപാട് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു കഥാപാത്രം ഒരു അന്ന് അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല ലതാദാസ്. ലതാദാസിനെ പോലത്തെ ഒരാളും മതി, നല്ലൊരു ആർട്ടിസ്റ്റ് വേണ്ടേ? അല്ല, എനിക്കവരറിയാം എന്ന് ഡയറക്ടർ പറയുന്നു. അറിയായിരിക്കും. ഞാൻ ഡെപ്തല്ല, ഒരു പുതുമുഖത്തെ കൊണ്ടുവന്നിട്ട് അത്രയും ഡെപ്തുള്ള കഥാപാത്രം കൊടുക്കണോ? അങ്ങനെ പറ്റുമോ? സാറ് ആക്ച്വലി ഇത് എന്നെ പരിചയമൊന്നുമില്ല. എൻ്റെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ കണ്ടിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് രാധമതി എന്ന് പറഞ്ഞതാണ്. അത് അങ്ങനത്തെ ഒരു ഫോട്ടോ ആയിരുന്നു, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ. ഞാൻ തന്നെ ബിജു കണ്ടോട് ചോദിച്ചിട്ടുണ്ട്, ഈ ആള് മതിയോ, നമുക്ക് നല്ല ഏതെങ്കിലും ക്യാരക്ടർ കൊണ്ടുവരണ്ടേ? അവർ എല്ലാം ഇവർക്കാണ്. ഞങ്ങൾ നാട്ടുകാരാ, രണ്ടും ആലുവക്കാരാണ്. പക്ഷെ അല്ല, ഞാൻ ഇരിങ്ങാലക്കുടിയാണ്. ആലുവയില് വീടുണ്ട്. ഇപ്പോഴും വീടുണ്ടാവില്ല. വീടുണ്ട്. കണ്ടപ്പം ശരിക്കും ആ ഒരു കഥാപാത്രം ജോസിക്കണ്ണൻ എങ്ങനെയാണ് മുൻകൂട്ടി അത് കണ്ടറിഞ്ഞെന്ന് എനിക്കറിയാം. ഇത്രയും ആപ്റ്റായിട്ട് മലയാളത്തിൽ വേറൊരാളെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഇപ്പോഴും പോയില്ല. അത് ഏറ്റവും ആപ്റ്റാണ്. അതെങ്ങനെ അദ്ദേഹം കണ്ടു എന്ന് എനിക്കറിയില്ല. അതാണ് ഒരു ഡയറക്ടർ ഇൻട്യൂഷൻ എന്ന് പറയുന്നത്. എന്റെ ഭാഗ്യം കൂടി. ഈ രാധയുടെ ഭർത്താവായിട്ട് ഗോപാലനായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞത് എന്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അംഗീകാരങ്ങൾ ഓരോന്നായിട്ട് കിട്ടുന്നു. ഇപ്പൊ ഈ ഒരു മൂവി മൊത്തത്തിൽ ഭയങ്കര സീരിയസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ സീരിയസ് ഒക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ സെറ്റിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റൊക്കെ? സെറ്റൊക്കെ എല്ലാം വളരെ ആഘോഷമായി ഞാൻ സെറ്റിലൊക്കെ പോകാം. എന്താ പ്രശ്നം എന്ന് വെച്ചാല് നമ്മളൊക്കെ ഇങ്ങനത്തെ ക്യാരക്ടറിൽ ഇൻവോൾവ് ചെയ്ത് നിൽക്കുമ്പോഴേ നമുക്ക് ഇതിങ്ങോട്ട് പൊലിപ്പിച്ചിങ്ങോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇതിലേക്ക് വരുമ്പോഴാണ്. ഒരു തുലാവർഷ സമയത്തായിരുന്നു ഇത് ഷൂട്ട് കിടക്കുന്നത്. അപ്പോഴേക്കും മഴ, കാറ്റ്, ഇടിവെട്ട്, അപ്പോഴേക്കും അവിടെ ഷോക്ക് അടിക്കുന്നു, ഇവിടെ ഷോക്ക് അടിക്കുന്നു. അത് കണ്ട് തമാശ ഒന്നും പറയാൻ പറ്റുന്ന ഒരു കണ്ണനെ പോലത്തെ ഒരു മനോരമ എൻട്രി കിട്ടിയ ഒരു സംവിധായകന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹം മനസ്സിൽ എന്തൊക്കെയാണ് നമ്മളെ കുറിച്ച് അക്സെപ്റ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ റേഞ്ചിലേക്ക് നമ്മൾ എത്തുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ഫസ്റ്റ് ഷോട്ട് ഒരു 15 കൊടുത്തു, ഫസ്റ്റ് ഷോട്ട്. അത് കഴിഞ്ഞപ്പോൾ റെഡി ആയി അദ്ദേഹം പറയുന്നുണ്ട്. ഫസ്റ്റ് ഷോട്ട് 15 കാരണം പേടിയാണ്. അതിന് മുമ്പ് ഞാൻ 5-6 സിനിമയിൽ അഭിനയിച്ചെങ്കിലും ഇദ്ദേഹത്തെ പറയുമ്പോൾ ഇദ്ദേഹം പ്രത്യേകതയുണ്ട്. പുള്ളിയുടെ മനസ്സിൽ കണ്ടിരിക്കുന്ന ആ ഒരു ഭാവം കിട്ടിയിട്ടില്ല, പുള്ളി സമ്മതിക്കില്ല, അവിടം വരെ പോകും. അപ്പൊ ഞാൻ കാരണം ടേക്ക് കൊടുക്കും, അടുത്ത ഷോട്ടിന്റെ സമയമായിട്ട് ഞാൻ കാരണം ഇത് തീരുന്നില്ല, അപ്പൊ ടെൻഷൻ കൂടും നമുക്ക്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ തമാശ പറയാനൊന്നും നേരം കിട്ടും. സിനിമ അങ്ങനത്തെ ഒരു ഇതാണല്ലോ, ഒരു ആ മൂഡിലുള്ള ഒരു സിനിമ, നല്ലൊരു എക്സ്പീരിയൻസ് ആയി. അപ്പൊ ഈ മൂവിയിൽ നമുക്ക് ഈ മാസം റിലീസ് തുടങ്ങിയല്ലോ. പിന്നെ അപ്കമിങ് പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടോ? എന്റെ പ്രൊജക്ട് ഈ മാസം തന്നെ എന്റെ ഉരുൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു സിനിമ 29-ാം തീയതി. ഞാനിപ്പോ എന്റെ ഉരുൾ 20ാമത്തെ സിനിമയാണ്. ഇത് ശരിക്കും 2 വർഷം മുമ്പ് ഷൂട്ട് കഴിഞ്ഞ സിനിമയാണ്. പിന്നെ കോയമ്പത്തൂർ കുറച്ച് സീൻ എടുക്കാണ്ട്, അതൊക്കെയാണ് ലേറ്റ് ആയിട്ട് പോയത്. ശരിക്കും 2023-24 സ്റ്റാർട്ടിങ്ങിലൊക്കെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചാണ്. പിന്നെ എന്തോ കാരണങ്ങൾ കൊണ്ട് സമയമായത് ഇപ്പോഴാണെന്ന് മാത്രം. ഞങ്ങൾ ശരിക്കും ഞാനും ദാസൊക്കെ ഒരു വർഷത്തോളമായി ഇത് റിലീസിന് വേണ്ടി കാത്തിരിക്കും. ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സിനിമയായി, ഞങ്ങൾ ഈ കരിയറിൽ നമുക്ക് ആവശ്യമുള്ള സിനിമയായി. ആരും പറയാത്ത ഒരു കഥയാണ്. എൻ്റെ അടുത്തത് പ്രണയാക്ഷരങ്ങൾ എന്ന് പറഞ്ഞിട്ട് രേവതി മാം, സുഹാസിനി മാം, പ്രകാശ് രാജ് സാറൊക്കെയുള്ള പടം. പിന്നെ കാൽപ്പാട് എന്ന് പറഞ്ഞിട്ട് അതൊരു അവാർഡ് മൂവിയാണ്. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. പിന്നെ സമുദ്രക്കനി സാറിൻ്റെ കൂടെ ഒരു വർക്ക്, 2-3 വർക്കുകൾ ഇങ്ങനെ കൺഫേം ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്റേതാണെങ്കിൽ ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് എന്റെ കഥ എഴുതിയ ഗണ്ടശ എന്നൊരു സിനിമ അടുത്ത റിലീസാവുന്നത്. അത് റിലീസാവാനുണ്ട്. അത് കഴിഞ്ഞു. അത് ഫിലിം ക്രിറ്റിക്സ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് 3 കഥാപാത്രമായിട്ട്. ഇപ്പൊ നമുക്ക് ആരും കഥ എഴുതരാനൊന്നുമില്ലല്ലോ, നമുക്ക് അഭിനയിക്കണമെങ്കിൽ നമ്മൾ തന്നെ എഴുതിയുണ്ടാക്കുന്നു. മറ്റു നടന്മാരെ മാതിരി
ഇപ്പൊ ആരും MT ഒന്നും നമുക്ക് അറിയത്തില്ല. MT ഒന്ന് കാണാനുള്ള യോഗം പോലും നമുക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് നന്നായിട്ട് അഭിനയിക്കണമെങ്കിൽ നമ്മൾ എഴുതും, നമ്മൾ കഥാപാത്രങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ടാകും. അപ്പൊ പ്രൊഡ്യൂസർ അതൊക്കെ നമ്മൾ കണ്ടെത്തും. ആദ്യം നല്ലൊരു കഥയാണ് അഭിനയിക്കാൻ വേണ്ടത്, നല്ലൊരു കഥയാണ്. നമുക്ക് ആട് ജീവിതത്തില് ബെന്യാമോ അതൊന്നും അവരൊന്നും നമുക്ക് അത് എഴുതില്ല. അപ്പൊ നമുക്ക് അഭിനയിക്കണം എന്ത് ചെയ്യണം, നമ്മൾ അപ്പൊ ഞാൻ തന്നെ ഇരുന്ന് കഥയും തിരക്കഥയും ഒരു സിനിമ ക്രിറ്റിക്സ് അവാർഡ് വരെ കിട്ടിയില്ല, അപ്പുറത്തേക്ക് കിട്ടിയില്ല. ഇപ്പൊ നാഷണൽ അവാർഡ് വരെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതും നമ്മള് സ്റ്റേറ്റ് അവാർഡിനൊക്കെ പോയതാണ്, അത് കണ്ടില്ല എന്ന് മാത്രം. അത് ചിലപ്പോ ഇത്തരം ആളുകളിൽ മറ്റേ പൊതുവങ്ങളുടെ സിനിമ ശ്രദ്ധിക്കപ്പെടാത്തതുകൊണ്ടായിരിക്കും. ഇതിലൊക്കെ ലതയുടെ അഭിനയത്തിന് ഒരു അവാർഡൊക്കെ ഞാൻ പ്രതീക്ഷിക്കേണ്ട അഭിനയം ഉണ്ടായിരുന്നു. അതിന് ഭാവിയിൽ കിട്ടുമായിരിക്കും. പിന്നെ ഒരുപാട് റോൾ ചെയ്യാനുള്ളതാണല്ലേ. പ്രായം കുറവാണ്, കുഴപ്പമില്ല, കാലമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ഞാനിപ്പോ കോൺസ്റ്റബിൾ മഞ്ജു എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു 2 വർഷമായിട്ട് ഞാനിങ്ങനെ മീശ അതിലൊരു അരവിന്ദാക്ഷൻ സാർ എന്ന് പറഞ്ഞ SI ആണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്തിറങ്ങിയത് ഒരു പഴഞ്ചൻ പ്രണയം എന്ന് പറഞ്ഞ സിനിമ, പിന്നെ ഒരു ഓശാന ഇറങ്ങി. ഓശാനയില് ഞങ്ങള് കന്യാസ്ത്രീ ആയിരുന്നു. കണ്ട ഈ സിനിമയില് കുറച്ച് സീരിയസ് ആണ്, തമാശ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ സിനിമയിൽ തമാശയില്ല, സീരിയസ് വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഏറ്റവും നന്നായിട്ട് സീരിയസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഏറ്റവും നല്ല കൊമേഡിയന്മാർ. അവർക്കാണ് ജനത്തിനെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കാൻ പറയുന്ന മാതിരി തന്നെ കരയിപ്പിക്കാനും ഏറ്റവും നന്നായിട്ട് പറ്റുന്നത് കൊമേഡിയന്മാർക്കാണ്. ഇപ്പൊ അടൂർവാസിക്ക് എത്ര തമാശ കാണിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്രൂരമായിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒടുവിലാൻ, അങ്ങനെ ഒരുപാട് പേര്, ഈവൻ അരവിന്ദന്റെ ഒക്കെ കോമഡി എങ്കിലും സീരിയസ് ആയിട്ട് അഭിനയിച്ചപ്പോ അത് നമുക്ക് നമ്മളെ പരീക്ഷിക്കാൻ ആളുകൾ വരുന്നില്ല, അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. പഴയ വില്ലന്മാരിൽ ഇപ്പൊ കോമഡി ചെയ്യുന്നു, വില്ലന്മാരും കോമഡി ചെയ്യാൻ പറ്റും. എല്ലാ വില്ലന്മാരും ജനാർദ്ദൻ അടക്കം പഴയ വില്ലനാണ്. പിന്നെ കോമഡിയിലേക്ക് കുജനീഫൊക്കെ പഴയ വില്ലത്തരം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മള് അപ്പൊ കൊമേഡിയിലേക്ക് വഴങ്ങും. പക്ഷെ നമ്മളെ ആ ഇതിൽ ചാപ്പ കുത്താതെ നമുക്കൊരു വ്യത്യസ്തമായ വേഷം തന്നാൽ നമ്മൾ ചെയ്യും. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു വേഷവും കിട്ടി ഈ സിനിമയില്. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ സിനിമ കാണണം. ഈ സിനിമ 2 മണിക്കൂർ എൻജോയ് ചെയ്യാൻ മാത്രമുള്ളതല്ല, നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയ നിങ്ങളുടെ ചിന്തയെ മാറ്റിമറിക്കുന്ന ഒരു സിനിമയാണ്. ഇങ്ങനെ അപ്പൊ നിങ്ങൾ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓരോ ഇങ്ങനെ മറ്റേ കുറ്റങ്ങൾ കണ്ടാലും ഓർക്കും. ചിലപ്പോൾ നിരപരാധിയായിരിക്കും, നിരപരാധിയാണെങ്കിൽ പാവം ആ രാധയെ പോലത്തെ ഒരു സ്ത്രീ അവരെ വീട്ടിലുണ്ടാവും, അത് ചിന്തിക്കും. ആ ചിന്തകൾ എപ്പോഴും ഉണ്ടാവും. ഇപ്പോഴും ഞങ്ങൾ ഈ സംവിധായകൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഈ വിചാരണ കോടതി എന്ന് പറയുന്നത് ഭയങ്കര ക്രൂരമായ ഒരു പ്രശ്നമാണ്. ഒരു വിചാരണയൊക്കെ പെട്ടെന്ന് അവസാനിപ്പിക്കണം. കുറ്റം ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം, അതിന്റെ മാക്സിമം അനുഭവിക്കണം. പക്ഷേ വിചാരണ തടവ് എന്നൊക്കെ പറഞ്ഞ് നിരപരാധികളേക്ക് തിരിച്ചു നിൽക്കുക. ഇപ്പൊ പേരറിവാൾ 30 വർഷം കഴിഞ്ഞ് ഇറങ്ങി വന്നു. എന്ത് കുറ്റമായത്? കുറ്റം ഒന്നും ചെയ്തിട്ടില്ല. 30 വർഷം അദ്ദേഹം കിടന്നു ജയിലിൽ. അപ്പൊ അത്തരം അവരുടെ വീട്ടുകാർ, ഇപ്പൊ അദ്ദേഹം കല്യാണം കഴിക്കാതെ പോയതുകൊണ്ട് മക്കളില്ല. അപ്പം ഈ മക്കളുണ്ടെങ്കിൽ ആ മക്കളെന്താവും, അമ്മയെന്താവും, അവരൊക്കെ അവസ്ഥ. ഇത് ഈ സിനിമ കണ്ടാൽ അത് പേരറിവാളിൻ്റെ പേപ്പറിലൂടെ വായിച്ചറിഞ്ഞ ഒരു പേരറിവാൾ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, 30 വർഷം അദ്ദേഹം കിടന്നിരുന്നു എന്ന് മാത്രം പറയുന്നു. പക്ഷെ ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ ഒരാൾ അകപ്പെട്ടു പോയാൽ അതിൻ്റെ ഒരു ഫാമിലി അനുഭവിക്കുന്ന വിഷമം. പിന്നെ ഒരു അമ്മ എന്ന് പറഞ്ഞാൽ മകനെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും. ഭാര്യ പോവില്ല, ഭാര്യ വേറെ കല്യാണം കഴിച്ച് പോകും, ആരായാലും പോകും. പക്ഷെ അമ്മക്ക് അതിനൊരിക്കലും സാധിക്കില്ല. ആ ഒരു മെസ്സേജ് കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു മകനൊരു അപകടത്തിൽപ്പെട്ടാൽ ഒരമ്മക്ക് ഏതറ്റം വരെ പോവും, അവിടെയൊക്കെ അമ്മ പോകുമെന്നുള്ള ഇതൊരു മെസ്സേജും കൂടി ഇതിലുണ്ട്. കുറെ നാളുകളായിട്ട് നമുക്കൊരു കുടുംബചിത്രം കിട്ടണില്ലല്ലോ. അപ്പൊ എന്തായാലും കാണുന്ന പ്രേക്ഷകർക്ക് ഹാപ്പി ആയിട്ട് പോകാൻ നല്ലൊരു കുടുംബചിത്രമാണത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പോൾ ഈ കുറ്റം അല്ലെങ്കിൽ നിരപരാധി ശിക്ഷിക്കപ്പെടുന്നു അങ്ങനെ ഒരു സിമിലർ തീമിൽ പോയൊരു സിനിമയാണ് ജനഗണമന. അത് നന്നായിട്ട് ഈ പ്രേക്ഷകരുടെ ഉള്ളിൽ ഏറ്റെടുത്തു. അപ്പൊ നമ്മുടെ ഈ സിനിമയിലും അങ്ങനെ ഏറ്റെടുക്കാൻ മാത്രം എലമെന്റ്സ് അതിന്റെ മറ്റൊരു വേർഷനാണ് തീർച്ചയായിട്ടും. അത് കുറച്ച് ത്രില്ലിംഗ് വേർഷൻ ആണെങ്കിൽ ഇത് കുറച്ച് ഇമോഷണൽ ആണ് കാണുന്നത്. അത് ശരിക്കും ആ വാദം മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് അതിന്റെ ജീവിതം കാണിക്കുന്നത്. ആ വാദിച്ച ജീവിതം കാണിക്കുന്നത് ഈ സിനിമയിലാണ്.
അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ താങ്ക് യു. ഞങ്ങൾക്കും പറയാനുള്ളത് ഈ സിനിമ എല്ലാവരും കാണണം. ഞങ്ങളെ പോലെ അഭിനയത്തോട് മോഹമുള്ള ആളുകൾ അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ്. വലിയ ആർട്ടിസ്റ്റുകളല്ല, ആർട്ടിസ്റ്റ് ആവാൻ അഭിനയത്തോട് ആഗ്രഹമുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇപ്പം ഞങ്ങളെ കൂടെ നിങ്ങൾക്ക് നല്ലൊരു കഥയാണ്, നിങ്ങൾക്ക് ഓർക്കാൻ പറ്റിയൊരു കഥയാണ്, ഒരുപാട് മെസ്സേജ് ഉണ്ട്. അതേപോലെ തന്നെ അത് വിജയിപ്പിച്ച ഞങ്ങൾക്ക് കൂടെ ഒരു എൻട്രിയാണ്. അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.